ടെക്ട്രാവലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന മൈസൂരിലേക്ക് ഒരു യാത്ര. പലരും പല പ്രാവശ്യം അങ്ങോട്ട് യാത്ര പോയിട്ടുണ്ടാവും അല്ലേ? പക്ഷെ നമുക്ക് കൃത്യമായിട്ട് സമയം ലാഭിച്ച് 1 by 1 ആയിട്ട് ഒരു 2 days എങ്ങനെ മൈസൂർ ഏകദേശം കവർ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏത് ഭാഗത്ത് നിന്ന് മൈസൂർ വന്നു കഴിഞ്ഞാലും ഫോളോ ചെയ്യേണ്ടത് ഈ ഒരു റൂട്ട് പ്ലാൻ തന്നെയാണ്. നോർമലി നമ്മൾ വരാറുള്ളത് ഇന്ന് നേരെ തുറപ്പള്ളി ചെക്ക് പോസ്റ്റ് എത്തി അവിടുന്ന് മുതുമലയിൽ നിന്ന് ബന്ദിപ്പൂർ, അല്ലെങ്കിൽ വരുന്നത് നേരെ നമ്മൾ വയനാട് ചുരം കയറി നേരെ മുത്തങ്ങ വന്ന് മുത്തങ്ങയിൽ നിന്ന് ബന്ദിപ്പൂർ നേരെ ഗുണ്ടൽപേട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണയൊക്കെ വരാറുള്ളത്. 2 ഫോറസ്റ്റിലും അത്യാവശ്യം മൃഗങ്ങളെ കാണാം രാവിലെ വരികയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ചെക്ക് പോസ്റ്റുകളും പ്രത്യേകിച്ച് കർണാടകയുടെയൊക്കെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് രാവിലെ 6 മണിക്കാണ്. അപ്പം നിങ്ങളൊരു കൃത്യസമയത്ത് 6 മണിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം മാക്സിമം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 6 മണിക്ക് അത് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 3 to 4 മണിക്കൂർ നമുക്ക് യാത്ര ചെയ്യാനുണ്ട് ഈ കറക്റ്റ് മൈസൂരിലേക്ക് എത്താൻ. അപ്പം നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നിങ്ങൾക്ക് വേണം. എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 മണിക്ക് തന്നെ ആ ചെക്ക് പോസ്റ്റ് തുറക്കുന്ന അതേ സമയത്ത് തന്നെ അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു 9 മണിയാകുമ്പോഴേക്കും അല്ലെങ്കിൽ 9:30 ആകുമ്പോഴേക്കും മൈസൂർ എത്താൻ കഴിയും. വേറൊരു ഇതിനുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ രാവിലേക്ക് ആകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് മൃഗങ്ങളെ കാണാനും നമുക്ക് പറ്റും. ഇനി അതല്ല എങ്കിൽ ഈ രാത്രിയൊക്കെ യാത്ര ചെയ്ത് പുലർച്ചെ അവിടെ എത്തുന്നത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, തലേ ദിവസം നിങ്ങൾക്ക് മൈസൂർ ചെന്നിട്ട് അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോഴും ഫോളോ ചെയ്യേണ്ടത് ഇതേ ഒരു പാറ്റേൺ തന്നെയാണ്. ഇതിലിനി ആഡ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൂര്യകാന്തി പൂക്കുന്ന സമയം, അതായത് സൂര്യകാന്തി പാടങ്ങളൊക്കെ പൂത്ത് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഇതൊരു ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 2 days എന്നുള്ളത് ഒരു 3 days ട്രിപ്പ് പ്ലാൻ ആക്കുക. ആദ്യത്തെ ദിവസം നിങ്ങൾ ഫുള്ളായിട്ട് ഈ സൂര്യകാന്തി പാടങ്ങളും അതുപോലെ തന്നെ സമയമുണ്ടെങ്കിൽ ഹിമവൽ സ്വാമി ടെമ്പിളും കണ്ടതിന് ശേഷം നേരെ മൈസൂർ പോയി സ്റ്റേ ചെയ്യുക. വൈകുന്നേരം നമ്മുടെ പാലസൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് കാണുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ ദിവസം നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ പുലർച്ചെ അവിടുന്ന് പുറപ്പെട്ടു മൈസൂർ എത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സൂ ഉണ്ടല്ലോ, ഈ സൂവിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ കാറ് പാർക്ക് ചെയ്യുക. അവിടെ കാറ് പാർക്ക് ചെയ്യാൻ 50 രൂപ. അതിൻ്റെ പരിസരങ്ങളിലായിട്ട് ഒരുപാട് കേരള ഹോട്ടലുണ്ട്. അവിടെ നിന്നൊക്കെ നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ആദ്യം നമ്മൾ പോവേണ്ടത് നമ്മുടെ സൂ തന്നെയാണ്, ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് സൂവിലേക്ക് ഒരു അണ്ടർവേ ഉണ്ട്. ഈ വേ നേരെ ചെന്നെത്തുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 100 രൂപയും 5 വയസ്സിൻ്റെയും 12 വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികൾക്ക് 50 രൂപയാണ്. 168 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സുവോളജിക്കൽ ഗാർഡൻ കാണാൻ നമുക്ക് ഏകദേശം 2 മണിക്കൂർ സമയമെടുക്കും. ഇതിനകത്ത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇലക്ട്രിക്കൽ കാർ സൗകര്യമുണ്ട്. മുതിർന്നവർക്ക് 200 രൂപയും കുട്ടികൾക്ക് 150 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിനകത്തേക്ക് സെൽഫി സ്റ്റിക്കുകളോ അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലുകളോ കടത്തിവിടുകയില്ല. ചെറിയ കുട്ടികളെ കെയർ ചെയ്യാനുള്ള ചെറിയ ഹട്ടുകളും ഇതിനകത്തുണ്ട്. ഇന്ത്യയിലുള്ളതും വിദേശത്തുള്ളതുമായിട്ടുള്ള ഒരുപാട് പക്ഷി മൃഗാദി ഉരക വർഗ്ഗങ്ങളെ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. ഇതിനടുത്ത് തന്നെയാണ് കരാഞ്ചി ലേക്ക് ഉള്ളതും. കോംബോ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പെർ ഹെഡ് 130 രൂപ വരും. ഏതായാലും നമ്മൾ ഈ ട്രിപ്പ് പ്ലാനിൽ കരാഞ്ചി ലേക്ക് നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മാത്രം അവിടെ പോവുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഈ ഒരു സുവോളജിക്കൽ ഗാർഡൻ അവധിയായിരിക്കും. അപ്പോൾ ആ ദിവസം ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യാൻ. അപ്പോൾ സൂ കണ്ടല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്ന 2ഉം 3ഉം, അതായത് ഇപ്പം നമ്മൾ ഒന്നാമത്തെ സ്ഥലം സൂ ആണ്. ഇനി പറയാൻ പോകുന്ന 2ഉം 3ഉം നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആ സ്ഥലം കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോവുക. എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയി തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് സീഷൽ ആർട്ട് മ്യൂസിയം. ചാമരാജേന്ദ്ര സുവോളജിക്കൽ പാർക്കിൽ നിന്നും ഇങ്ങോട്ടുള്ള ദൂരം 2.5 കിലോമീറ്ററാണ്. ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്ലേസ് ആണ് കേട്ടോ ഇത്. ഇതിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ്. കടലിൽ നിന്ന് ലഭിക്കുന്ന സീഷെൽ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരുപാട് കരകൗശല വസ്തുക്കളും അതുപോലെ തന്നെ പള്ളി, ചർച്ച്, ഗണപതി, താജ്മഹൽ എന്നിവയുടെ വലിയ മാതൃകകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു പാഴ്വസ്തുക്കളിൽ നിന്നും ഉപയോഗിച്ചുണ്ടാക്കിയ കരകൗശല വസ്തുക്കളും നമുക്കിവിടെ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നമ്മൾ മൂന്നാമത് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് സാൻഡ് മ്യൂസിയം ആണ്.
സീഷൽ മ്യൂസിയത്തിൻ്റെ അവിടെ നിന്നും വെറും 100 മീറ്റർ, അതായത് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സാൻഡ് മ്യൂസിയം നമുക്ക് കാണാൻ സാധിക്കും. എൻട്രി ഫീ എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 50 രൂപ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ്. മണൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരുപാട് ശില്പങ്ങളും പല രൂപങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് ഇതിനകത്തെ പ്രത്യേകത. ഇനി നാലാമതായി നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ലളിത മഹൽ പാലസ് ആണ്. ലളിത മഹൽ പാലസ് ഇപ്പോൾ ഒരു ഹോട്ടലാണ് കേട്ടോ. ഇത് ഇപ്പം അടുത്ത് ഫേമസ് ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ KGF എന്ന് പറയുന്ന മൂവിയുടെ ഒരുപാട് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു കൊട്ടാരത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ളത്. 1921 മഹാരാജ കൃഷ്ണരാജ വോഡയാർ നാലാമൻ ഗവർണർ ജനറലിന്റെ താമസത്തിനായി നിർമ്മിച്ചതാണ് ഈ ലളിത മഹൽ കൊട്ടാരം. ഇപ്പോൾ ഇത് ഒരു ഹോട്ടലാണ്, ലളിത മഹൽ പാലസ് ഹോട്ടൽ. ഇതിനകത്തേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരാൾക്ക് 100 രൂപയാണ്. കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ചായയും ബിസ്ക്കറ്റും കിട്ടും. നിങ്ങൾക്ക് ഈ ഒരു കൊട്ടാരത്തിൽ താമസിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഒരു താരിഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 4000 രൂപ മുതലാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ലളിത മഹൽ? സൂപ്പർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ സ്ഥലത്തേക്ക് പോകാം. 5ാമത്തെ സ്ഥലം നമ്മൾ പോകുന്നത് നമ്മളെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കും കൂടി ഒന്ന് എൻ്റർടൈൻ ചെയ്യണമല്ലോ. ഇത് മെയിനായിട്ട് ഈ മൈസൂർ എന്ന് പറയുമ്പോൾ അതൊരു ഹിസ്റ്റോറിക് പ്ലേസ് ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സൂ അവർക്ക് ഇഷ്ടമാവും, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്താ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അവർക്ക് അടുത്തായിട്ട് നമ്മുടെ കുട്ടികളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്കും ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അക്വേറിയത്തിൽ പോകാം. ഈ അക്വേറിയത്തിൻ്റെ പേര് ലോകരഞ്ജൻ അക്വാ വേൾഡ് അണ്ടർ സൂ എന്നാണ്. ഈ പേര് തന്നെയല്ലേ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അക്വാ വേൾഡ് അണ്ടർ വാട്ടർ സൂ എന്നടിച്ചാലും മതി. പക്ഷേ ഈ ലോകരഞ്ജൻ എന്നുള്ള പേര് വരുന്നില്ലേ എന്നൊന്ന് ശ്രദ്ധിക്കുക. ഈ അക്വേറിയത്തിൻ്റെ പുറകുവശത്താണ് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് ഫീ എന്ന് പറയുന്നത് 50 രൂപയാണ്. അക്വേറിയത്തിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 198 രൂപയും കുട്ടികൾക്ക് 149 രൂപയാണ്. ഈ ഒരു അക്വേറിയം അല്ലാതെ ഇതിനകത്ത് തന്നെ സ്നോ വേൾഡ് അതുപോലെ തന്നെ മിറർ വേൾഡ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് എടുക്കാം. അങ്ങനെയാകുമ്പോൾ ഏകദേശം ഒരു 800 സംതിങ് വരും. ഞാൻ എടുത്തിട്ടുള്ളത് വെറും അക്വേറിയത്തിലേക്കുള്ള എൻട്രി ഫീ മാത്രമായിരുന്നു. ഇതിനകത്ത് നമ്മൾ സാധാരണ ഒരു അക്വേറിയത്തിൽ കാണുന്ന വെറൈറ്റി ഫിഷുകൾക്ക് അപ്പുറമായിട്ട് കടലിൽ കാണുന്ന ഒരുപാട് സ്രാവ് അതുപോലെ തന്നെ ഈൽ ഇതിനെയൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അതാണ് ഇതിലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. ഇനി നമ്മുടെ 6ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് പ്രസിദ്ധമായിട്ടുള്ള, മൈസൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന സ്ഥലമായിട്ടുള്ള മൈസൂർ പാലസിലേക്കാണ്. മൈസൂർ പാലസ് നിങ്ങൾ മാപ്പിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈസൂർ പാലസ് എന്ന് മാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ മെയിൻ എൻട്രൻസിൽ കൊണ്ടുപോയിട്ടായിരിക്കും ഈ ഒരു ഗൂഗിൾ മാപ്പ് നിങ്ങളെ കൊണ്ടുപോയി നിർത്തുക. അവിടെ നമുക്ക് സാധാരണക്കാർക്ക് എല്ലാ സമയത്തും എൻട്രൻസ് ഉണ്ടാവില്ല. വിശിഷ്ട ദിവസങ്ങളിൽ മാത്രമേ എൻട്രൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പാലസ് ഇങ്ങനെ കടന്ന് കറങ്ങുന്ന സമയത്ത് ഒരുപാട് സെക്യൂരിറ്റി പോലീസ് ഉണ്ടാകും. അവരോട് ചോദിച്ചാൽ മതി എവിടെയാണ് എൻട്രൻസ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ നേരെ ചെല്ലുന്നത് പാർക്കിംഗ് ഏരിയയിലേക്കായിരിക്കും. 50 രൂപയാണ് കേട്ടോ ഇവിടെ പാർക്കിംഗ് ഫീ കാരണം വരുന്നത്. കൊട്ടാരത്തിന് അകത്തേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 10 വയസ്സിൻ്റെയും 18 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികൾക്ക് 50 രൂപയുമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊട്ടാരത്തിനകത്തേക്ക് നമുക്ക് ചെരുപ്പിട്ട് കയറാൻ പറ്റില്ല. ഇതിന് പുറത്ത് കൊടുക്കണം. ഒരു ജോഡി ചെരുപ്പിന് 2 രൂപ to 5 രൂപ നിരക്കിലാണ് അവിടെ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അതൊരു ചാക്കിൽ കെട്ടി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു സ്ലിപ്പ് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഈ സ്ലിപ്പ് നമ്മൾ കൊടുത്താൽ മതി. ഇത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെരുപ്പോ ഷൂവോ വണ്ടിയിൽ തന്നെ വെച്ചാൽ മതി. പക്ഷേ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ചെരുപ്പിടാതെ പുറത്തു കൂടെ നടക്കുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. വാടിയാർ രാജാക്കന്മാർ 14ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് പലവട്ടം തകർക്കപ്പെടുകയും നിർമ്മിക്കപ്പെടുകയും ഉണ്ടായി. നമ്മൾ ഇന്ന് കാണുന്ന ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം 1897 ആരംഭിക്കുന്നത്. 1912 ഇതിൻ്റെ പണി പൂർത്തിയായി. ഇനി 7ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല വലിയൊരു ചർച്ചാണ് കേട്ടോ. സെൻറ്റ് ജോസഫ് ചർച്ച് അല്ലെങ്കിൽ സെൻറ്റ് ഫിലോമിനസ് കത്തീഡ്രൽ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ചർച്ച് 1936 നിയോ ഗോതിക് രീതിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ ചർച്ചാണിത്. ഇതിനകത്തേക്ക് എൻട്രി ഫീയോ അല്ലെങ്കിൽ പാർക്കിംഗ് ഫീയോ ഒന്നുമില്ല. പുറത്ത് നമുക്ക് എത്ര വേണമെങ്കിലും വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയോ ചെയ്യാം. പക്ഷേ അകത്ത് ഇത് അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ അത് റെസ്പെക്റ്റ് ചെയ്യുക. ഇനി നമ്മുടെ 8ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ബൃന്ദാവൻ ഗാർഡൻ ആണ്. ബൃന്ദാവൻ ഗാർഡനിൽ നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ മാപ്പ് ഇടുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ച് പോകണം. കാരണം ഇതിന് എൻട്രൻസ് പല സ്ഥലത്ത് വരുന്നത് കൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുക വേറെ എൻട്രൻസ് ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള എൻട്രൻസ് വേറെ ഭാഗത്തായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഈ മൈസൂർ മാത്രമല്ല, എവിടെ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോഴും ജംഗ്ഷനിൽ ചെല്ലുമ്പോഴും ഒക്കെ ആളുകളോടൊന്ന് ജസ്റ്റ് ചോദിക്കുക, ഈ വഴി തന്നെയാണോ, ജസ്റ്റ് നമ്മൾക്ക് തെറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇതൊക്കെ ജസ്റ്റ് ചോദിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക.
ബൃന്ദാവൻ ഗാർഡനിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. ഈ ടോൾ ഗേറ്റിലാണ് നമ്മൾ ടോളും അതുപോലെ തന്നെ പാർക്കിംഗ് ഫീയും കൊടുക്കേണ്ടത്. അത് 100 രൂപയാണ്. ബൃന്ദാവൻ ഗാർഡനിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായിട്ടും ബൃന്ദാവൻ ഗാർഡൻ പോകുന്നത് അവിടുത്തെ വാട്ടർ മ്യൂസിക് ഷോ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക അത് ഓപ്പൺ ആണോ എന്നുള്ളത്. ചില സമയങ്ങളിൽ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് അത് ക്ലോസ് ചെയ്ത് ഇടാറുണ്ട്. അപ്പോൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം പോകുക. അപ്പോൾ നമ്മൾ ഡേ 1 നമ്മളിവിടെ തീർന്നിരിക്കുകയാണ്. ഡേ 1 നമ്മൾ കവർ ചെയ്തത് ഏകദേശം 8 പ്ലേസുകളാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ 4ാമത്തെ സ്ഥലമായിട്ടുള്ള ലളിത മഹൽ പോയി നമ്മൾ തിരിച്ചു വരുന്നത് നമ്മുടെ സൂവിൻ്റെ ഫ്രണ്ടിലൂടെ ആയിരിക്കും. അപ്പോൾ ഈ സൂവിൻ്റെ ഫ്രണ്ടിലൂടെ വരുമ്പോൾ അവിടെ ഒരുപാട് കേരള ഹോട്ടലുണ്ട്, ആശീർവാദ് ഉണ്ട്, കേരള ഹോട്ടൽ, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഹോട്ടലുകളുണ്ട്. അപ്പോൾ അവിടുന്ന് മാക്സിമം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. മറ്റുള്ള സ്ഥലത്താകുമ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് കൂടും. എനിക്ക് ആ ഭാഗത്ത് തോന്നുന്നു 100 രൂപ മാത്രമേ ഉള്ളൂ നമ്മളെ കേരള ഫുഡിനും ബിരിയാണിക്കൊക്കെ 150 രൂപ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ 275 രൂപയൊക്കെ ഉണ്ട് ഒരു ചിക്കൻ ബിരിയാണിക്ക്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിർത്തി നിങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കുക. നല്ല ഫുഡുമാണ്. ഈ ഡേ 1 വീണ്ടും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബൃന്ദാവൻ ഗാർഡൻ സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജഗൻ മോഹൻ ആർട്ട് ഗാലറി നിങ്ങൾക്ക് കാണാൻ പോകാം. അതായത് നമ്മുടെ ഈ മൈസൂർ പാലസ് ഒരു പ്രാവശ്യം കത്തി നശിക്കേണ്ടായി. ഈ നശിച്ച സമയത്ത് ടെമ്പററി ആയിട്ട് പണിത ഒരു കൊട്ടാരമാണിത്. ഇതിനകത്ത് ഇപ്പോൾ രാജാ രവിവർമ്മയുടെ അതുപോലെ തന്നെ വലിയ വലിയ ചിത്രകാരന്മാരുടെ ഒരുപാട് ചിത്രങ്ങളും അതേപോലെ തന്നെ പഴയ കൊട്ടാരത്തിലൊക്കെ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളുടെയൊക്കെ വലിയൊരു ആർട്ട് ഗാലറിയാണ്. അപ്പോൾ അതിനോട് താല്പര്യമുള്ള ആളുകൾ പോകുമായിരിക്കും ഏറ്റവും നല്ല, അല്ലെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്നേ ദിവസം ജഗൻമോഹൻ ആർട്ട് ഗാലറി ഇൻക്ലൂഡ് ചെയ്യാം. നിർബന്ധമില്ല, വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി മൈസൂരിൻ്റെ ഏതെങ്കിലും ഒരു പരിസരത്തൊക്കെ റൂം നോക്കിയതിന് ശേഷം ഡേ 1 നമ്മളിവിടെ തീർക്കുകയാണ്. അപ്പോൾ ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1ാമത്തെ ദിവസം നിങ്ങൾ ജഗൻമോഹൻ ആർട്ട് ഗാലറി കണ്ടിട്ടില്ല എങ്കിൽ ഇന്നത്തെ ഫസ്റ്റ് നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് ജഗൻമോഹൻ ആർട്ട് ഗാലറിയാണ്. ജഗൻമോഹൻ ആർട്ട് ഗാലറിയിലേക്കുള്ള എൻട്രി ഫീ 60 രൂപയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൈസൂർ രാജകൊട്ടാരം കത്തി നശിച്ച സമയത്ത് അതിൻ്റെ റീയൂണിയൻ സമയത്ത് രാജ കുടുംബം താമസിച്ചിരുന്നത് ഈ ഒരു കൊട്ടാരത്തിലായിരുന്നു. ഇപ്പോൾ ഇതൊരു ആർട്ട് ഗാലറി ആയിട്ട് സംരക്ഷിച്ചു പോരുന്നു. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് 15ഓളം രാജ രവിവർമ്മ ചിത്രങ്ങളും ചെറിയ അരിമണിയിൽ തീർത്ത ശില്പങ്ങളുമാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത്, അതായത് നമ്മൾ ഇനി ഈ ജഗൻമോഹൻ ആർട്ട് ഗാലറി കഴിഞ്ഞാൽ നമ്മളിനി പോകുന്നത് ശ്രീരംഗപട്ടണത്തിലേക്കാണ്. ടിപ്പു സുൽത്താൻ അടക്കി വാണിരുന്ന നമ്മുടെ ശ്രീരംഗപട്ടണത്തിലേക്ക്. ശ്രീരംഗപട്ടണത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗുംബാസ് ഇ ഷാഹി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിക്കേണ്ടത് ഗുംബാസ് ഇ ഷാഹി. ഈ ഗുംബാസ് ഇ ഷാഹി ടിപ്പു സുൽത്താൻ്റെ ഉപ്പ ഹൈദർ അലി, ഉമ്മ ഫക്രുന്നീസ എന്നിവരുടെ ഖബറിടാണ്. 1782 ടിപ്പു സുൽത്താൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ഖബറിടായിട്ടാണ് ഇത് പണി കഴിപ്പിച്ചതെങ്കിലും പിന്നീട് ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ ഇവിടെ അടക്കം ചെയ്യാൻ ബ്രിട്ടീഷുകാർ സമ്മതിക്കുമായിരുന്നു. ഈ ഗുംബാസ് ഇ ഷാഹിയുടെ പുറത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പൂന്തോട്ടത്തിലും എല്ലാം മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ടിപ്പു സുൽത്താൻ്റെ റിലേറ്റീവ്സും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായിട്ടുള്ള ആളുകളുമാണ്. ഈ മനോഹരമായിട്ടുള്ള സൈപ്രസ് ഗാർഡനിലെ പല പൂക്കളും ട്രീകളും ടിപ്പു സുൽത്താൻ പേർഷ്യ, കാബൂൾ, തുർക്കി, ഫ്രഞ്ച്, മൗറീഷ്യസ് എന്നീ സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്തതാണ്. ഇനി 3ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ സമ്മർ പാലസ് ആണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ദരിയ ദൗലത്ത്. അപ്പോൾ നമ്മുടെ 3ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ സമ്മർ പാലസ്. ടിപ്പു സുൽത്താൻ്റെ വേനൽക്കാല വസതിയായിരുന്ന ടിപ്പു സുൽത്താൻ സമ്മർ പാലസ് പണി കഴിപ്പിച്ചത് 1791 ഇതിലേക്കുള്ള എൻട്രി ഫീ 20 രൂപയാണെങ്കിലും ഇത് നമ്മൾ ഓൺലൈൻ വഴിയാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. അതിനുള്ള QR കോഡും സംവിധാനങ്ങളും കൊട്ടാരത്തിന് പുറത്ത് തന്നെയുണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. പൂർണ്ണമായും തേക്കിലാണ് ഈ ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ടിപ്പു സുൽത്താൻ തൻ്റെ ദർബാറൊക്കെ നടത്തിയിരുന്നത് ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ടിപ്പു സുൽത്താൻ്റെ വസ്ത്രങ്ങൾ, കിരീടം, വാള് അങ്ങനെ എല്ലാതും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 4ാമതായിട്ട് നമ്മൾ കാണേണ്ട സ്ഥലമാണ് ടിപ്പു ഡെത്ത് പ്ലേസ്. അതായത് ബ്രിട്ടീഷുകാരുടെ ആക്രമണത്താൽ ടിപ്പുവിന് വെട്ടേറ്റതിന് ശേഷം ടിപ്പു വീണ സ്ഥലമാണ്. അതായത് ടിപ്പു അവിടെ കിടന്നാണ് മരണപ്പെട്ടത്. അപ്പോൾ ആ ഒരു സ്ഥലമാണ് ടിപ്പു ഡെത്ത് പ്ലേസ്. ഈ ടിപ്പു ഡെത്ത് പ്ലേസിൻ്റെ കുറച്ച് പുറകു വശത്തായിട്ടാണ്
ടിപ്പു തന്നെ പണി കഴിപ്പിച്ച ഒരു മസ്ജിദ് ഉണ്ട് അവിടെ. നിങ്ങൾക്ക് അത് വേണമെങ്കിലും കാണാം. ഏത് മതക്കാർക്ക് വേണമെങ്കിലും അതിൻ്റെ അകത്തേക്കൊക്കെ പ്രവേശിക്കാം, പ്രശ്നമൊന്നുമില്ല. അതിനകത്തൊരു കുളമൊക്കെ ഉണ്ട്, ഒരുപാട് പ്രത്യേകതയുണ്ട്. പണ്ടെല്ലാം അത് ഫുൾ ഓപ്പൺ ആയിരുന്നു, നമുക്കതിന് ഉള്ളിലോട്ടൊക്കെ ഇറങ്ങിച്ചെല്ലായിരുന്നു. കാരണം ഇതിൻ്റെ അടിയിലൂടെ അണ്ടർ വാട്ടർ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പണ്ട് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നറിയില്ല. അപ്പോൾ നമ്മൾ ടിപ്പു ഡെത്ത് പ്ലേസ് നമ്മൾ കണ്ടു. ഇതിന് സമീപത്തായിട്ട് ഒരുപാട് ആർമറികളുണ്ട്. നമ്മുടെ ടിപ്പു പണ്ട് ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരുപാട് സ്ഥലങ്ങൾ, അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ പൊളിഞ്ഞ് വീഴാറായിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് വലിയൊരു സുരക്ഷ അല്ലെങ്കിൽ സംരക്ഷണമൊന്നും അതിന് കൊടുക്കുന്നില്ല. ഇനി 5ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ലാൽ മഹൽ പാലസ് ആണ്. ടിപ്പു അവസാനമായിട്ട് താമസിച്ചിരുന്ന ഒരു കൊട്ടാരമാണത്. ടിപ്പു സുൽത്താൻ്റെ മരണശേഷം വെല്ലസി പ്രഭു ശ്രീരംഗപട്ടണം പിടിച്ചടക്കുകയും അവർ തന്നെ വെരി ഹാൻസം എന്ന് വിശേഷിപ്പിച്ച ഈ ഒരു ലാൽമഹൽ പാലസ് ഡൈനാമിക് വെച്ച് തകർക്കുകയാണ് ചെയ്തത്. ഏകദേശം 2000 പുസ്തകങ്ങളും ടിപ്പു തൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ പുസ്തകങ്ങളും അതുപോലെ തന്നെ യുദ്ധതന്ത്രങ്ങളും യുദ്ധ സാമഗ്രികൾ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നടങ്ങിയ ഒരുപാട് ലൈബ്രറികളും ഇവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം പിന്നീട് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കടത്തി കൊണ്ടുപോവുകയാണ് ചെയ്തത്. 6ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് കേണൽ ബെയ്ലീസ് ഡങ്കൺ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ടിപ്പുവിൻ്റെ ഭരണകാലത്ത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമായിരുന്നു ശിക്ഷിച്ചിരുന്നത്. ഇതൊരു വാട്ടർ ജയിലും കൂടിയായിരുന്നു. ബ്രിട്ടീഷുകാരിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള കേണൽ ബെയ്ലിയെ കൊന്നത് ഇവിടെ ആയതുകൊണ്ടാണ് ഇതിന് കേണൽ ബെയ്ലീസ് കാരാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാവേരിയിൽ നദിയിൽ നിന്നും വെള്ളം തുറന്നു വിട്ടിട്ട് ആളുകളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയും അല്ലെങ്കിൽ അവരെ പേടിപ്പെടുത്തിക്കൊണ്ട് തന്നെ യുദ്ധ രഹസ്യങ്ങൾ ചോർത്തുമായിരുന്നു ടിപ്പു സുൽത്താൻ. അതുപോലെ തന്നെ 6 മാസം ഒരേ നിലയിൽ കെട്ടിയിടുകയും ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരെ പരമാവധി പീഡിപ്പിച്ച് യുദ്ധ രഹസ്യങ്ങളെല്ലാം ടിപ്പു സുൽത്താൻ പറയിപ്പിക്കുമായിരുന്നു. ഇനി 7ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ശ്രീ രംഗനാഥ സ്വാമി ടെമ്പിൾ ആണ്. അത് നിങ്ങൾ ഗൂഗിളിൽ ഇടുന്ന സമയത്ത് പഞ്ചരംഗ ക്ഷേത്ര എന്നുകൂടി അതിൻ്റെ കൂടെ വരുന്നില്ലേ നോക്കണം. കാരണം രംഗനാഥ സ്വാമി ടെമ്പിൾ കർണാടകയിലും പരിസരത്തുമായിട്ട് ഇഷ്ടം പോലെയുണ്ട്. രംഗനാഥ സ്വാമി ക്ഷേത്രം ഏകദേശം 1400-ലധികം വർഷം പഴക്കമുള്ള വളരെ മനോഹരമായിട്ടുള്ള കരിങ്കൽ തൂണുകളാൽ പണിതിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ രംഗനാഥ സ്വാമി ക്ഷേത്രം. തീർച്ചയായിട്ടും മൈസൂർ വരുമ്പോൾ ഈ ക്ഷേത്രം നിങ്ങൾ കാണാതെ പോകരുത്. ഇനി 8ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ പേര് രംഗണബിട്ടു ബേർഡ് സാങ്ച്വറി എന്നുള്ളതാണ്. കർണാടകത്തിൻ്റെ പക്ഷികാശി എന്നാണ് രംഗണത്തിട്ടു അറിയപ്പെടുന്നത്. ഇവിടേക്ക് കാർ പാർക്കിങ്ങിനായി 60 രൂപയും എൻട്രി ഫീ ആയിട്ട് ബോട്ടിംഗ് അടക്കം 175 രൂപയുമാണ്. ഏകദേശം 40 ഏക്കറിൽ 6 തുരുത്തുകളിലായിട്ട് ഇന്ത്യയിലുള്ളതും വിദേശത്തുള്ളതുമായിട്ടുള്ള 170ഓളം പക്ഷികളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതുപോലത്തെ മുതലകളെ നമുക്ക് നേരിട്ട് കാണാനും സാധിക്കും. മൈസൂർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രംഗണത്തിട്ടു എന്ന് പറയുന്ന ഈ ഒരു പക്ഷി സങ്കേതം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും. ഇനി നമ്മൾ ഇന്നത്തെ ഇത് നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോകണം. നമ്മുടെ അവസാനത്തെ സ്ഥലം എന്ന് പറയുന്നത് ചാമുണ്ഡി ഹിൽസ് ആണ്. 3480 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാമുണ്ഡി ഹിൽസിലേക്കുള്ള യാത്രക്കിടെ പല വ്യൂ പോയിന്റുകളിൽ നിന്നായിട്ട് മൈസൂർ പട്ടണത്തിന്റെ മനോഹരമായിട്ടുള്ള ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. ചാമുണ്ഡി ഹിൽസിലേക്ക് 50 രൂപ പാർക്കിംഗ് ഫീ ഒഴിച്ച് മറ്റു എൻട്രി ഫീകളൊന്നുമില്ല. ഇവിടെയുള്ള പ്രധാന കാഴ്ച ചാമുണ്ടേശ്വരി ക്ഷേത്രവും അതുപോലെ തന്നെ മഹിഷാസുരന്റെ വലിയ പ്രതിമയുമാണ്. അപ്പോൾ ഈ ഒരു ചാമുണ്ഡി ഹിൽസ് നിങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തതെന്ന് പറയുന്നത് നന്ദിയുടെ വലിയൊരു സ്റ്റാച്ചു ഉള്ള ഒരു സ്ഥലമാണ്. ഇത് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിക്കുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെ ക്ലോസ് ആണ്. ഒരിക്കലും ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ട് ഇത് പോകരുത്. ചാമുണ്ഡി ഹിൽസിന് മുകളിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സ്ഥലം കാണാൻ പറ്റുള്ളൂ. ചാമുണ്ഡി ഹിൽസിന് കയറി കഴിഞ്ഞ ശേഷം ഏകദേശം ഒരു 300 സ്റ്റെപ്പ് താഴേക്ക് നടന്നാൽ മാത്രമേ ഈ ഒരു വലിയൊരു ബുൾ ടെമ്പിൾ അല്ലെങ്കിൽ നന്ദിയുടെ വലിയൊരു ടെമ്പിൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് പോകുക എന്നുള്ളത് നോക്കാം. മഹിഷാസുരൻ്റെ വലിയ പ്രതിമയ്ക്ക് പുറകിലായിട്ട് ഈ ഒരു ബിൽഡിംഗ് കാണും. ഈ ബിൽഡിങ്ങിൻ്റെ വലതുവശത്തൂടെ ഒരു റോഡുണ്ട്. ആ റോഡ് നേരെ ചെല്ലുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് വീണ്ടും വലതുഭാഗത്തേക്ക് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നത് കാണാം. ഏകദേശം 300-ലധികം സ്റ്റെപ്പ് ഉണ്ട്. താഴേക്ക് ഇറങ്ങാൻ സുഖമായിരിക്കും, തിരിച്ചു കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ഈ നന്ദിയുടെ വലിയ ശില്പത്തിന് മുന്നിലായിരിക്കും. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ഈ മൈസൂർ ഒരു ഹിസ്റ്റോറിക് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നടക്കാനുണ്ട്. നമ്മളിപ്പോൾ സൂ നമ്മൾ നടന്ന് കാണണം, ലളിതാ മഹൽ നമ്മൾ നടന്ന് കാണണം, പാലസ് നമ്മൾ നടന്ന് കാണണം. എല്ലാം അത്യാവശ്യം നടക്കാനും ഇതൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നത്
നന്നായിരിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ മൈസൂരിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ അവോയ്ഡ് ടോൾസ് എന്നുള്ളത് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോൾസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഗുണ്ടൽപേട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഈ എക്സ്പ്രസ് ഹൈവേയിൽ നമ്മൾ ടോൾസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവോയ്ഡ് ടോൾസ് ആകുമ്പോൾ ഇതൊരു ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഒഴിവാക്കരുത്. പിന്നെ ഒരിക്കലും കുറുക്ക് വഴി എടുത്തിട്ട് ഈ ഉള്ള ഏരിയയിലൂടെയൊക്കെ രാത്രിയോ മിഡ് നൈറ്റിലോ നല്ല രാവിലേക്കൊന്നും പോവാതിരിക്കുക. ഓക്കെ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് സംഭവങ്ങൾ ഇൻസിഡൻ്റൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളതാണ്. പേടിപ്പിക്കാനല്ലേ പറയുന്നത്, മുൻകരുതലുകൾ എടുക്കാനാണ്. അടുത്തതായിട്ട് നമ്മൾ പൈസ സൂക്ഷിക്കുന്ന സമയത്ത് 2 പൈസ ലിക്വിഡ് മണി നമ്മുടെ കയ്യിൽ വേണം, അതുപോലെ തന്നെ UPI പേയ്മെൻറ്റുകൾ നമ്മുടെ കയ്യിൽ വേണം. കാർഡ് എവിടെ എടുത്തതായിട്ട് എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഈ ടിക്കറ്റിൻ്റെ സ്ഥലത്തായിട്ടോ ഞാൻ പറയുന്നത്, ഹോട്ടൽസിലല്ല, മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും കാർഡ് എടുക്കുന്നില്ല. UPI പേയ്മെൻറ്റുകൾ അവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പൈസയും. അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ സംവിധാനം നമ്മുടെ ഫോണിൽ നിർബന്ധമാണ്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഡയറക്റ്റ് ഓൺലൈനിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റ് വെറും 20 രൂപയാണെങ്കിൽ കൂടി ഇത് എടുക്കേണ്ടത് ഓൺലൈനിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റും ലിക്വിഡ് മണി UPI പേയ്മെൻറ്റും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്തായിട്ട് പറയുന്നത്, തിരിച്ചു പോരുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ ചാമുണ്ഡി ഹിൽസ് എല്ലാം കണ്ട് രണ്ടാമത്തെ ദിവസം ഇത്രയും സ്ഥലങ്ങൾ കണ്ട ശേഷം തിരിച്ചു പോരുന്ന സമയത്ത് മാക്സിമം ഒരു 9 മണിക്ക് മുമ്പ് ചെക്ക് പോസ്റ്റ് കടക്കാൻ ശ്രമിക്കുക. കാരണം 9 മണിക്ക് ചെക്ക് പോസ്റ്റ് എടുക്കും. രാവിലെ തുറക്കുന്നത് 6 മണിക്കും വൈകിട്ട് 9 മണിക്കാണ് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും മൈൻഡിൽ വയ്ക്കുക. ആ ജസ്റ്റ് ഒരു സമയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ചെക്ക് പോസ്റ്റ് എത്താൻ എത്ര സമയമുണ്ട്? 2 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2.25 മണിക്കൂർ മുമ്പ് മൈസൂരിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതിന് വഴിക്ക് വെച്ച് വല്ല കംപ്ലൈൻറ്റും വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ 2 മണിക്കൂർ മാത്രമേ ചെക്ക് പോസ്റ്റിലേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റാക്കി പോന്നു കഴിഞ്ഞാൽ വല്ല ബ്ലോക്കിലും പെട്ട് കഴിഞ്ഞാൽ അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ കുടുങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. ഇനി വേറെ കാര്യം, രാത്രിയിൽ എവിടെയെങ്കിലും ആരെങ്കിലും കൈ കാണിച്ച് നിർത്തിയാൽ, ലേഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, കൈ കാണിച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരിക്കലും നിങ്ങൾ നിർത്തരുത്. ഇത് കട്ടായം. ഓക്കെ, പിന്നെ ഫാസ്റ്റാഗ് വണ്ടിക്കുള്ളത് നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ അധികം പൈസ കൊടുക്കേണ്ടി വരും. 1-2 സ്ഥലത്ത് ഫാസ്റ്റാഗ് മാത്രമേ ഉള്ളൂ. നമ്മുടെ പൈസ നമ്മളവിടെ മേടിക്കുന്നില്ല. മേടിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു 55 രൂപയാണെങ്കിൽ 110 രൂപ അവിടെ മേടിക്കും. കാരണം അതിൻ്റെ എക്സ്ട്രാ ആയിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ മൈസൂർ ട്രിപ്പ് പ്ലാനിൽ നിങ്ങളോട് പറയാനുള്ളത്. ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് റൂമിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂമിൻ്റെ മറ്റു കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.